ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യുന്നത്. റമദാൻ മാസത്തിലെ ഒരു ഡേ എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിക്കുകയാണ്. രാവിലെ തന്നെ ഞാൻ 4 മണിക്ക് എണീറ്റ ഉടനെ ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകുകയാണ്. ശേഷം ബ്രഷ് ചെയ്തു. ശേഷം പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി. തലയ്ക്കും ദിവസം തന്നെ ഞാൻ ഇടയത്താഴത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡ് കരുതും. അപ്പോൾ ആ ഉരുട്ടി ചൂടാക്കി എടുക്കുകയാണ്. അതിന് ശേഷം തലയ്ക്കും ദിവസത്തെ തന്നെ ചിക്കൻ കറിയും കൂട്ടി കഴിക്കാനാണ് പ്ലാൻ. അതിനുശേഷം നേരെ പോയി മക്കളെ ഉണർത്തുകയാണ്. ഇടയത്താഴത്തിന് ടൈമായി എന്ന് പറഞ്ഞ് മക്കളെ ഉണർത്തി ശേഷം വന്ന് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അപ്പം ഞാൻ കഴിച്ചത് ഒരൊറട്ടിയും ഒരിച്ചിരി ചിക്കൻ കറിയുമാണ്. കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇടുകയാണ് കഴുകാനായിട്ട്. അപ്പോൾ അവിടെ ഒരറ്റത്ത് അത് വർക്ക് നടക്കുമ്പോൾ എനിക്ക് വേറെ പണികൾ ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ പോയി നമസ്കരിച്ചതിന് ശേഷം വന്നിട്ട് എൻ്റെ പേപ്പറൊക്കെ നോക്കുകയാണ്. എക്സാം നടക്കുകയാണല്ലോ. അപ്പോൾ എന്നെ അറിയാത്തവർക്കും വേണ്ടി പറയുകയാണ്, ഞാൻ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ സ്കൂളിൽ ഇപ്പോൾ എക്സാം ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേപ്പറുകളൊക്കെ നോക്കാനുണ്ട്. ആൻസർ ഷീറ്റ്സൊക്കെ അങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം സ്കൂളിൽ പോകാൻ ടൈമായി. അങ്ങനെ റെഡിയാവുകയാണ്. അപ്പോൾ എൻ്റെ റെഡിയാകൽ എന്ന് പറയുന്നത് ജസ്റ്റ് മോയ്സ്ചറൈസർ ഇടുക, അതിനുശേഷം സൺസ്ക്രീൻ ഇടുക. ഇപ്പം നല്ല ചൂടാണല്ലോ പുറത്ത്. അപ്പോൾ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പുറത്ത് പോയാൽ നല്ലതായിരിക്കും. ശേഷം വേറെ പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നുമില്ല, കണ്ണൊക്കെ എഴുതും. അതിനുശേഷം റെഡിയായി ബാഗൊക്കെ എടുത്ത് പോവാണ്. അപ്പോൾ മോനും ഞാനും ഒരു സ്കൂളിലാണ് പോകുന്നത്. മോൻ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. മോളുടെ ബസ് നേരത്തെ എത്തും. അപ്പോൾ മോള് നേരത്തെ തന്നെ പോയിട്ടുണ്ട്. മോള് വേറെ സ്കൂളിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുകയാണ്. നമ്മൾ KSRTC ബസ്സിലാണ് പോകുന്നത്. മോന് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ ഫ്രണ്ട് സീറ്റിൽ തന്നെ അവൻ ഇടം പിടിച്ചു. അതിൻ്റെ തൊട്ട് ബാക്കിലൊരു സീറ്റിൽ ഞാനും ഇരുന്നു. അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. അങ്ങനെ സ്കൂളിലെത്തി. അറിയാത്തവർക്കായിട്ട് പറയുകയാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ, അതായത് മോൻ പഠിക്കുന്നതും ഞാൻ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള സ്കൂൾ എന്ന് പറയുന്നത് തൊളിക്കോട് അൽറിഫ പബ്ലിക് സ്കൂളാണ്. അങ്ങനെ സ്കൂളിലെത്തി. ആ പോകുന്ന വഴിയിൽ തന്നെ ഒരു പ്രാവ് എന്തോ സുഖമില്ലാതിരിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എടുത്തുകൊണ്ട് പോകാനും പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിനെ കൂടുതൽ ശല്യം ചെയ്യാൻ നിന്നില്ല. നേരെ സ്കൂളിലേക്ക് പോകുമായിരുന്നു. അതിനുശേഷം നമ്മൾ സ്കൂൾ ടൈം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇപ്പോൾ എക്സാമൊക്കെ നടക്കുന്നതുകൊണ്ട്. അതിനുശേഷം നമ്മൾ പിന്നെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന രംഗമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകാനായിട്ട് ഇറങ്ങുമ്പോഴുണ്ട് ഒരു ലിഫ്റ്റ് കിട്ടി. വേറെ ആരുമില്ല, നമ്മുടെ നൈബറായിട്ടുള്ള ഒരു ചേച്ചിയും ചേട്ടനും നമ്മളെ കണ്ടുകൊണ്ട് നിർത്തി. അങ്ങനെ ആ വണ്ടിയിലാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിൽ വരുമ്പോഴുണ്ട് ഇവിടെ മോമോസിൻ്റെ പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇക്ക. പിന്നെ ശേഷം ഞാനും കൂടി ഇരുന്ന് മോമോസ് റെഡിയാക്കുകയാണ്. മോമോസ് റെഡിയാക്കി കടകളിൽ വേറെ ഒന്നുമില്ല, ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ ഷോപ്പിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മോമോസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പണിയെന്ന് പറയുന്നത് നോമ്പ് തുറയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നതാണ്. എത്ര ക്ഷീണിച്ചാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കിയാതിരുന്നാൽ നമ്മൾ പെടില്ലേ. അതുകൊണ്ട് അടുത്ത് നോമ്പ് തുറയ്ക്കുള്ള പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ ഞാൻ അധികം കട്ടിയുള്ളതൊന്നും, അതായത് കട്ടിപ്പണികളിൽ തൊട്ടൊന്നും പോവാതെ സിമ്പിളായിട്ടാണ് ഞാൻ നോമ്പ് തുറ വിഭവം ഉണ്ടാക്കിയത്. ഗ്രീൻ പീസ് കറിയും നെച്ചോറും പിന്നെ പപ്പടവും ആയിരുന്നു. കുഴപ്പമില്ല, അൽഹംദുലില്ലാ, നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല സിമ്പിളായിട്ടുള്ളൊരു വിഭവമാണെങ്കിലും വളരെ ടേസ്റ്റി ആയിരുന്നു. സത്യത്തിൽ ഇത്രയൊക്കെ ചെയ്തെത്തിയപ്പോൾ ഞാൻ നല്ല ടയേർഡായി എന്നതാണ്. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞ ഉടനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്, റമദാൻ മാസത്തിലെ. അപ്പോൾ ഇതുപോലെയുള്ള ഡേ ഇൻ മൈ ലൈഫും മറ്റു റെസിപ്പി വീഡിയോയൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ബായ്, അസ്സലാമു അലൈക്കും.